നമുക്കിഷ്ടപ്പെട്ട ദളപതി വിജയുടെ സിനിമകളുടെ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരുടെയും ലിസ്റ്റിൽ ഒരു സിനിമ ഉണ്ടാവും, ഷാജഹാൻ. അപ്പോൾ ആ ഒരു സിനിമ 2001 റിലീസ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 24 വർഷമായി. ഇപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഡൂഡ് എന്ന് പറയുന്ന ആ ഒരു സിനിമ, ആ സിനിമയുടെ റിലീസിന് ശേഷമാണ്. ഇപ്പോൾ ഡൂഡും നമുക്കറിയാം ഒരു ദീപാവലി സീസണിലാണ് ഇറങ്ങിയത്. അപ്പോൾ 24 വർഷം മുമ്പ് ഇറങ്ങിയ ഷാജഹാനും ഡൂഡും തമ്മിലുള്ള ഒരു കമ്പാരിസണും ഷാജഹാൻ സിനിമയുടെ കുറിച്ചുള്ള കുറച്ച് കഥകളൊക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡൂഡ് സിനിമ പ്രദീപ് രംഗനാഥൻ്റെ ഒരു ഹാട്രിക് വിജയമായി. അടുപ്പിച്ച് 100 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ 3 സിനിമ 100 കോടി ക്ലബിൽ കയറിയ ഏക ഇന്ത്യൻ നടനൊക്കെ ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ നല്ല വിജയമായിരുന്നു. ഇപ്പോൾ OTT ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള കുറച്ച് മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ കാണാത്തവർക്ക് കുറേ പേര് കാണാത്തതുണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ കഥയും കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷേ ഈ ഷാജഹാനായിട്ടൊരു കമ്പാരിസൺ വരുന്നത് ഈ പറയുന്ന ത്യാഗം, നമ്മൾ പ്രണയത്തിൽ ത്യാഗം ചെയ്യുക എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്പാരിസണാണ്. അപ്പോൾ ഷാജഹാൻ സിനിമയെ ഇതിനെക്കാട്ടൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗവും, എന്നാൽ അതല്ല ഡൂഡ് തന്നെയാണോ നല്ലതെന്ന് പറയുന്നൊരു വിഭാഗവും, അങ്ങനെ കുറേ ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഷാജഹാൻ സിനിമയെക്കുറിച്ച് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഓർത്ത, അതും ഇതേപോലെ തന്നെ ഒരു ദീപാവലി സീസണിലാണ് റിലീസ് ചെയ്തത്. ഒരു നവംബർ മാസമാണ്, 2001 നവംബർ മാസമാണ് ഷാജഹാൻ റിലീസ് ചെയ്തത്. അപ്പോൾ 24 വർഷമായി. അപ്പോൾ ആ ഒരു ഇയർ 2001 എന്ന് പറയുന്ന ഒരു ഇയറും അതിലൊരു ദീപാവലി സീസണും ഒക്കെ ശരിക്കൊരു എന്താ പറയുക, തമിഴ് സിനിമാ പ്രേക്ഷകർക്ക്, തമിഴ് സിനിമാ പ്രേക്ഷകർ മാത്രമല്ല നമ്മുടെ മലയാളികൾക്കും തമിഴ് സിനിമകളൊക്കെ അപ്പോഴേക്കും നമ്മുടെ ഇവിടെയും സൈമിൾട്ടേനിയസ്ലി റിലീസ് ആയിരുന്ന ഒരു സമയം തന്നെയായിരുന്നു, ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദീപാവലി സീസണിൽ കുറേ സിനിമകൾ, നല്ല നല്ല കുറേ താരങ്ങളുടെ സിനിമകൾ ഒരുമിച്ച് തിയേറ്ററിൽ വന്ന ഒരു സീസണായിരുന്നു. അതിലൊരു പ്രധാന സിനിമ തന്നെയാണ് ഷാജഹാൻ. അപ്പോൾ ഷാജഹാൻ്റെ ഡയറക്ടർ അദ്ദേഹം വളരെ, എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്താ പറയുക ഒരു സിനിമ ചെയ്തത്. 2016 രവി എന്നാണ് ആ സംവിധായകൻ്റെ പേര്. ശരിക്കും അന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസർ RB ചൗധരി, നമുക്ക് എല്ലാവർക്കും അറിയാം, നടൻ ജീവയുടെ അച്ഛൻ, ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ശരിക്ക് വിജയനെ വെച്ച് വേറെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അല്ലെ പൂവേവനക്കാകെ, തുള്ളാതെ മനമുന്തുള്ളും, ലവ് ടുഡേ, ഇതൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അപ്പോൾ പൂവേവനക്കാകെ എന്ന് പറഞ്ഞ വിജയ്ക്ക് വലിയൊരു ഹിറ്റ് കൊടുത്ത വിക്രമൻ എന്ന് പറയുന്ന സംവിധായകൻ, നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് വിക്രമൻ. അദ്ദേഹത്തെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വിജയ് വിക്രമൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്തോ വിജയ്ക്ക് ഇഷ്ടപ്പെടാത്തോ എന്തായാലും അത് നടന്നില്ല. അങ്ങനെയാണ് പകരം ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ വിജയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വേറെ എവിടെ വായിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സംവിധായകൻ ഇതിന് മുമ്പ് വിക്രമിൻ്റെ അടുത്ത്, അന്ന് വിക്രം കാശി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കും, അതോ സേതു കഴിഞ്ഞിട്ടാണ് വിക്രമിൻ്റെ അടുത്ത് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞത്. പക്ഷേ വിക്രം എന്തോ ഇത് ചെയ്യാതെ വർക്കൗട്ട് ആവാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് വിജയിലേക്ക് എത്തിയതും ഈ ഒരു പ്രൊജക്റ്റ് ഓണായതും. പിന്നെ നമുക്കറിയാം റിച്ച എന്ന് പറയുന്ന നായിക, അവരുടെ ആദ്യത്തെ തമിഴ് സിനിമയാണ് കൃഷ്ണ, നമ്മുടെ മലയാളിയും കൂടിയായ നടൻ കൃഷ്ണ. അതിന് മുമ്പും പ്രശാന്തിൻ്റെ കൂടെ നമ്മുടെ നിറത്തിൻ്റെ റീമേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ കൃഷ്ണയ്ക്ക് വളരെയധികം ഒരു മൈലേജ് കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ മണി ശർമ്മയുടെ മ്യൂസിക്, നമുക്ക് ഇപ്പോഴും അറിയാം എല്ലാ പാട്ടുകളും, സിനിമയെക്കുറിച്ചോ അതിൻ്റെ പാട്ടുകളെ കുറിച്ചോ ഒന്നും പറയണ്ട, ഇപ്പോഴും ആ സടക്ക് വെച്ചിരിക്കുന്ന പറഞ്ഞ പാട്ടായാലൊക്കെ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അന്ന് അതൊരു സംഭവം തന്നെയായിരുന്നു. ആ ഒരു പാട്ടുകളൊക്കെ എവിടെ പോയാലും, പ്രത്യേകിച്ച് ആ ഒരു ദീപാവലി നവംബറിൽ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഇതിലെ പാട്ടുകൾ ആ ഒരു ഡിസംബർ മാസം, അന്നൊക്കെ കോളേജുകളിലും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ക്രിസ്മസ് എന്താ പറയുക, നമ്മുടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ നാട്ടിലൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാട്ട് തന്നെയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, ഭയങ്കര നൊസ്റ്റാലജിയാണ്. എനിക്കിവിടെ അന്ന് ആ ഒരു കാലഘട്ടത്തിലൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർക്കൊക്കെ ഭയങ്കര നൊസ്റ്റാലജി തന്നെയായിരിക്കും ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സിനിമയും അതിലെ പാട്ടുകളും. പിന്നെ അതിൻ്റെ ഒപ്പം ഇറങ്ങിയ വേറെയും കുറേ സിനിമകളുണ്ട്. അതായത് നമ്മുടെ ഉലകനായകൻ്റെ ആളവന്താൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതൊരു വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയായിരുന്നു. ഡബിൾ റോൾ കമലഹാസൻ എത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ സൂര്യയുടെ നന്ദ എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മുടെ സംവിധായകൻ ബാലയുടെ സിനിമ, ആ ഒരു സിനിമയോട് കൂടിയൊക്കെയാണ് സൂര്യ ശരിക്കും ആ 2001 എന്ന് പറഞ്ഞ വർഷം സൂര്യ പൊങ്കലിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യയ്ക്ക് വന്ന നല്ലൊരു സിനിമയാണ് നന്ദ എന്ന് പറയുന്ന സിനിമ. പിന്നെ വിക്രമിൻ്റെ കാശി എന്ന് പറയുന്നത് നമ്മുടെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, അതിൻ്റെ റീമേക്ക് വിനയൻ തന്നെ സംവിധാനം ചെയ്ത സിനിമ, ആ ഒരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ വിജയകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ആ ഒരു വർഷം, അല്ലെങ്കിൽ ഈ ഒരു ദീപാവലി സീസണിൽ. അങ്ങനെ കുറേ ഒരു സിനിമകൾ ഇറങ്ങിയ ഒരു സീസണായിരുന്നത്. അപ്പുറത്ത് ഹിന്ദിയിലാണെങ്കിലും ഇതേപോലെ തന്നെ കബി ഖുഷി കബി ഗം എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് തിയേറ്ററിലുണ്ട്. അശോക എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് തിയേറ്ററുകളിലുള്ള ഒരു സമയമാണ്. അതിൽ അജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയുക,
എന്താ പറയുക, ഭയങ്കര ഒരു പ്രേക്ഷകർക്കൊക്കെ ഒരു വിരുന്ന് തന്നെയായിരുന്നു ആ ഒരു ദീപാവലി സീസൺ. പക്ഷേ ഇത്രയും സിനിമകളുണ്ടെങ്കിലും അന്ന് വിന്നറായിരുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് വിജയുടെ ഷാജഹാനും പിന്നെ വിജയകാന്തിൻ്റെ തവസി എന്ന് പറയുന്ന ഒരു സിനിമ. ഈ രണ്ട് സിനിമയായിരുന്നു അന്ന് ശരിക്കും വിന്നേഴ്സ് ആയിരുന്നു. ഇത് രണ്ടിലും ഏതാണ് കൂടുതൽ കളക്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം വിജയകാന്തിൻ്റെ അന്ന് താരമൂലുള്ള സമയമാണ്. BC ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾക്ക് വിജയകാന്തിനൊക്കെ നല്ല കളക്ഷനുള്ള ഒരു സമയം തന്നെയായിരുന്നു. പിന്നെ കാശിയായാലും നന്ദയായാലും വിജയം തന്നെയായിരുന്നു. ഇത് ക്രിട്ടിക്കലി കൂടുതൽ പേര് കിട്ടിയ സിനിമകളായിരുന്നു. പക്ഷേ ഷാജഹാൻ അന്ന് വിജയുടെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വമ്പൻ സിനിമയൊന്നും അല്ല, കളക്ഷനൊന്നും അല്ല. പക്ഷേ 125 ദിവസം നല്ല രീതിയിൽ പോയ ഒരു സിനിമ തന്നെയായിരുന്നു അത്. ഇപ്പോൾ മറ്റ് സിനിമകളൊക്കെ നമ്മൾ തുള്ളാതെ മനവും തുള്ളു അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും പോലെ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയല്ല. പിന്നെ ഇപ്പോൾ അപ്പുറത്ത് പറഞ്ഞ പോലെ അശോക എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലുണ്ട്. കബി ഖുഷി കബി ഗം ആ സമയത്തല്ല, ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഡിസംബർ 2nd വീക്കിലാണ് കബി ഖുഷി കബി ഗം ഇറങ്ങുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ മാസമൊക്കെ അടുപ്പിച്ചിങ്ങനെ സിനിമകൾ വരുന്നു. ഒരു വെക്കേഷൻ ടൈമൊക്കെ ഡിസംബറൊക്കെ ആയപ്പോൾ തന്നെ ഈ പറഞ്ഞ ദീപാവലിക്ക് ഇറങ്ങിയ സിനിമകളും തിയേറ്ററിൽ അന്ന് ഉള്ളൊരു സമയം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും 24 വർഷമായി ആ ഒരു ദീപാവലി സീസൺ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള വീണ്ടും ചർച്ചകളൊക്കെ ഇപ്പോൾ ഈ ഡൂഡ് ഇറങ്ങിയപ്പോൾ വീണ്ടും തമിഴ്നാട്ടിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു അധികം റിലീസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. വിജയുടെ കുറേ സിനിമകൾ റിലീസിൻ്റെ കൂട്ടത്തിൽ ഷാജഹാൻ കൂടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഓളം ഉണ്ടാവും എന്ന് തന്നെ എനിക്ക് തോന്നണത്.